നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയടക്കമുള്ള തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ അതിശക്തമായ മഴ ഉച്ചയ്ക്ക് ശേഷം മുതൽ ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടാകുന്ന ഒരു പാറ്റേൺ ആണ്. രാവിലെ മുതൽ ഉച്ചവരെ ശക്തമായ ചൂടും വെയിലും, ഉച്ചയ്ക്ക് ശേഷം മുതൽ മേഘങ്ങളുടെ ഒരു ഗതി മാറുന്നു, കാലാവസ്ഥാ വ്യതിയാനം മാറുന്നു, മഴ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ലഭിച്ചതിനേക്കാൾ കൂടുതലും അതിശക്തവുമായിട്ടുള്ള മഴയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വേനൽ മഴ ശക്തമാകുന്നു എന്നുള്ള തെളിവാണ് 5 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ മഴ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് നേരത്തെ പറഞ്ഞ ഈ 5 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തൃശൂരൊക്കെ ഒരു മഴ കിട്ടിയിരുന്നുവെങ്കിൽ എത്രത്തോളം ആശ്വാസമാകുമായിരുന്നു എന്ന് തൃശൂർ ഒന്ന് നിന്ന് വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കാരണം അത്രയ്ക്കും ചൂടാണ്. സൂര്യൻ കത്തുകയാണോ എന്ന് പോലും തോന്നുന്ന തരത്തിലാണ് ചൂട്. പിന്നെ പാലക്കാടിന്റെ കാര്യം പറയേണ്ട ആവശ്യമേ ഇല്ല, കൊടും ചൂടാണെന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ തൃശ്ശൂർകാർക്ക് ഒരു സമാധാനം, ഒരു ആശ്വാസം നൽകിക്കൊണ്ട് അവിടെ ഇവിടങ്ങളിലായിട്ട് ഒരു ചെറിയ തോതിൽ ഒരു മഴ ലഭിക്കുന്നുണ്ട് എന്നത് എന്നെ വലിയൊരു ആശ്വാസം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. നാളെ കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും, ശനിയാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലയിലും മഴ മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഏപ്രിൽ മാസത്തിൽ 63% മഴ കുറവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ മാസത്തിൽ, അതായത് ഈ മാസത്തിൽ സാധാരണ ലഭിക്കേണ്ട 106 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആകെ 37 mm മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. 63% മഴയുടെ കുറവ് അനുഭവപ്പെട്ടു. അതിനുവേണ്ടിയൊക്കെ തന്നെ മനുഷ്യൻ ഇവിടെ അനുഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. മാർച്ച് മാസത്തിൽ 15%-ലധികം മഴ ലഭിച്ചെങ്കിലും കൂടുതൽ വേനൽ മഴ ലഭിക്കേണ്ട ഏപ്രിൽ മാസത്തിൽ 63% കുറവ് ലഭിച്ചതാണ് മൊത്തത്തിൽ മഴ കുറയാനുള്ള കാരണം. 2025 ഏപ്രിലിൽ 126 mm ലഭിച്ചിരുന്നു. 2024 41. എല്ലാ ജില്ലകളിലും കുറവ് മഴയാണ് ഇക്കുറി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ മഴ ലഭിച്ച പത്തനംതിട്ട 149 mm ആണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 19% കുറവാണ്. പത്തനംതിട്ട ഒഴികെയുള്ള എല്ലാ ജില്ലയിലും വേനൽ മഴ പകുതി പോലും ലഭിച്ചിട്ടില്ല. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട വേനൽ മഴയുടെ 10% മാത്രമാണ് ഇക്കുറി ലഭിച്ചത്. തൃശൂർ ജില്ലയിൽ 20% മാത്രം, കാസർഗോഡ് ജില്ലയിൽ 79% കുറവും, കോട്ടയം ജില്ലയിൽ 73% കുറവും രേഖപ്പെടുത്തി. മെയ് മാസത്തിൽ തുടക്കത്തിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട വേനൽ മഴയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം 30 ആയപ്പോൾ മുതലാണ് മഴയുടെ ശക്തി തുടങ്ങിയത്. എന്തായാലും മാർച്ച് പകുതിയോടുകൂടി തന്നെ അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതായത് സാധാരണ ഗതിയുണ്ട്, ഒരു മാസം കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം രാത്രി കൊണ്ട് തന്നെ പെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഇല്ലാതിരുന്നാൽ കൃഷിനാശം, മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു മാർച്ചും ഏപ്രിൽ മെയ്യും കടന്നു പോകാൻ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അടുത്ത 3 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ മഴ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്.